പ്രത്യേക ഒരു സാധനത്തിൻ്റെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് അത്തിപ്പഴം. അത്തിപ്പഴത്തിൻ്റെ ഉണങ്ങിയതാണിത്. ഡ്രൈ ഫ്രൂട്ട്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന നല്ല മിക്ക ഫോറിനിൽ നിന്നുള്ള ആൾക്കാർ പണ്ട് കൊണ്ടുവരുന്ന ഇപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ അത്തിപ്പഴം, അതായത് അഞ്ചീർ. ഹിന്ദിയിൽ അഞ്ചീർ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫിഗ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തിപ്പഴം. അപ്പോൾ ഇത് കൂടുതലും മഹാരാഷ്ട്രയിൽ പൂനെയിൽ ഇഷ്ടംപോലെ ഇതിൻ്റെ പച്ചപ്പഴം കിട്ടും. ഞാൻ തിന്നിട്ടുണ്ട്. ഇത് നല്ല രസമാണ് തിന്നാൻ. വെള്ളത്തിനകത്തിട്ട് വീർപ്പിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വീർത്ത് വരും, ഒരു അത്തിപ്പഴം പോലെ ആയി വരും. വൈകുന്നേരത്ത് വെള്ളത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ഇച്ചിരി ഉണക്കമായതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആണ്. നല്ല മധുരമുണ്ട്, കണ്ടില്ലേ? കുരുക്കളൊക്കെ ഉണ്ടോ? അത് ഉള്ളിൽ നിറച്ച് കുരുക്കളാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനി ഏത് മരത്തിൽ നിന്നാണ്, എങ്ങനെയുള്ള മരത്തിൽ നിന്നാണ്, എങ്ങനത്തെ പഴമാണ് എന്ന് നമുക്ക് കാണാം. ഈ കാണുന്ന മരമാണ് അത്തിവൃക്ഷം എന്നൊക്കെ പറയുന്നത്. ബൈബിളിലൊക്കെ അത്തിവൃക്ഷത്തെക്കുറിച്ച് കുറേ ഉപമകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തിപ്പഴം ഇതുണ്ടോ? ഇതാണ് അത്തിപ്പഴം. ഇത് കണ്ടില്ലേ? ഇത് പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് കണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ ഓരോ ഇലയുടെ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ കുറച്ച് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിക്കാൻ പരുവായി നിൽക്കുകയാണ്. ഇത് കണ്ടോ? ഈ സാധനമാണ് നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട് ഞാൻ കാണിച്ചില്ലേ, കുറച്ച് മുമ്പ് കാണിച്ചില്ലേ, ഈ വീഡിയോ കാണിച്ചതുപോലെയുള്ള ഇത് പ്രോസസ്സിങ് ചെയ്താണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം കുരുക്കളുണ്ട്. ഞാനിപ്പോൾ മുറിച്ച് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ? നോക്കിയേ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതാണ് അത്തിപ്പഴം. അപ്പോൾ ഇത് നല്ല മധുരമുണ്ട് തിന്നാൻ. നല്ല നോക്കിയേ, ഇത് കണ്ടോ? നല്ല സ്മൂത്താണ്. അപ്പോൾ ഈ അഞ്ചീരെന്ന് പറഞ്ഞ സാധനം ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ്.